സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവാരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി. യേശുവേക വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. യേശുവേക വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ബൈബിൾ ഷെയറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു വചനം ഇതായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. ഞാനൊന്ന് വായിക്കാം, അതിനുശേഷം ഞാൻ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് പറയാം വചനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമുക്കൊന്ന് വചനം ഒന്ന് പറയാം. വചനം പറയുമ്പോൾ ശരിക്കും വചനം നമ്മളിൽ ഇങ്ങനെ ആഴപ്പെടും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രൈസ് ഗോഡ്. ഇത് ഈശോ പറയുന്ന ഒരു വചനമാണ്. അപ്പം ഈശോ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈശോ പറഞ്ഞത്, നിങ്ങളിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ, അതായത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുതെന്ന് പറയുന്നത്. അസ്വസ്ഥമാകാതിരിക്കേണ്ടതിന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. ദൈവം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം, യേശുവിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മൾ പറയുമ്പോൾ, വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ അസ്വസ്ഥത ഇല്ലാതെ ആകും. ഇപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കാം, നമ്മളുടെ എക്സാമിൻ്റെ സമയത്തായിരിക്കാം, ജോലിയുടെ സമയത്ത്, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് വരുമ്പോൾ, എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ ഒരു വചനം നമ്മളിൽ ആഴപ്പെട്ട് കഴിഞ്ഞാൽ അത് 30 മേനി 60 മേനി 100 മേനി ഫലം പുറപ്പെടുവിക്കുമ്പോൾ ആഴമേറിയൊരു വിശ്വാസം, ഒരു സമാധാനം, ഒരു ആനന്ദം, ജോയ്. നമ്മൾ ജോയ് എന്നൊക്കെ പറയില്ലേ, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ചിന്തിക്കുക വിശുദ്ധ പത്രോസ്ലീഹനെ കുറിച്ചാണ്. പത്രോസ്ലീഹയുടെ വിശ്വാസം ഒരു ഭയങ്കര സിമ്പിളായിട്ടൊരു വിശ്വാസം. പത്രോസിനെ വിളിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് ഓർക്കുന്നില്ലേ? വള്ളത്തിലിരിക്കാൻ നേരത്ത് ഈശോ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈശോ പറയുക, വള്ളം കുറച്ചൊന്നും അങ്ങോട്ട് നീക്കിയിടാം, ഞാൻ ക്ലാസ് എടുക്കട്ടെ. നീക്കിയിട്ടു. ആ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ അന്നത്തെ ദിവസം രാത്രി മുഴുവൻ അവർ കഷ്ടപ്പെട്ടിട്ടും ഒരു ചെറു മീൻ പോലും അവർക്ക് കിട്ടിയില്ല. നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയാനാണ്, നിങ്ങൾ വലയെറിയുക, ആഴത്തിലേക്ക് വലയെറിയുക, അവിടെ മീൻ കിട്ടും. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, പത്രോസ്ലീഹ എന്ന് പറഞ്ഞ വ്യക്തി മീൻ പിടിക്കുന്ന വ്യക്തിയാണ്. അവിടെ ഉള്ളവരിൽ ഏറ്റവും നല്ല എക്സ്പെർട്ടായിരിക്കും പത്രോസ്ലീഹ മീൻ പിടിക്കാൻ. അങ്ങനെയുള്ളൊരു വ്യക്തി, കടലറിയാവുന്ന, കടലിൻ്റെ എല്ലാ സ്വഭാവം അറിയാവുന്ന പത്രോസ്ലീഹയ്ക്ക് അറിയാം അവിടെ മീനില്ലാന്ന്. പക്ഷേ ഈശോ പറഞ്ഞു അവിടെ എറിയാൻ. അപ്പോൾ പത്രോസ്ലീഹ ഒരു കാര്യം പറഞ്ഞു,
എനിക്കറിയാതെ മീനൊന്നുമില്ല, ഇത്ര നേരം കഷ്ടപ്പെട്ടതാണ് രാത്രി മുഴുവൻ, പക്ഷേ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം. ആ ഒരു വിശ്വാസമാണ്. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇറക്കണേ ഗുരു, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇറക്കാം. വല എറിയുന്നു, നമ്മൾ കാണുന്നത് പിന്നെ വല കീറണമാതിരി മത്സ്യം കിട്ടുന്നു. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈശോ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും, നമ്മളുടെ പ്രശ്നങ്ങളിലെ ഈശോ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ നീ അങ്ങനെ ചെയ്യും. അപ്പോൾ പറയും, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടു, ഇത് നിനക്കറിയാലോ, ഇത്ര ദിവസം ഞാൻ പറയുക, പക്ഷെ എന്നിട്ട് നീ പറയണതിൽ എന്തർത്ഥമുള്ളേ എന്ന് നമ്മൾ ചോദിക്കരുത്. പത്രോസിലേക്ക് എന്താണ് പറഞ്ഞത്? നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം. അപ്പോൾ നമുക്കൊരു വിശ്വാസം, ആഴമേറിയൊരു വിശ്വാസം പത്രോസിലേക്ക് ഉണ്ടായാൽ വരുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വിശ്വാസം നമ്മളുണ്ടാവണം. ഈശോ പറയാം എന്താണോ അത് ചിലപ്പോൾ നമുക്ക് തോന്നും അത് അബദ്ധമാണെന്ന്, പക്ഷേ അങ്ങനെ ചെയ്തേക്കാം. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ലൈഫിൽ ഭയങ്കര മാറ്റം ഉണ്ടാകും. ആ ഒരു വിശ്വാസം ദൈവം ആഗ്രഹിക്കുന്നത്. കൊച്ചു കുട്ടികളെപ്പോഴും വിശ്വാസം. പത്രോസിലേക്ക് തന്നെ വെള്ളത്തിൻ്റെ മീതെ ഈശോ നടന്നു വരുമ്പോൾ വേറെ ആരും ചാടിയില്ല. ഒരിക്കലും അതുവരെ കാണാത്ത കാര്യമാണ്. പത്രോസ് ഞാൻ നടക്കട്ടെ വെള്ളത്തിൻ്റെ മീതെ, ഈശോ പറഞ്ഞു വാ. ചാടി ഇറങ്ങി നടന്നു ദൂരം ഇല്ലേ? അതൊരു വിശ്വാസമാണ്, ആഴമേറിയ വിശ്വാസം. പക്ഷെ എങ്കിലും വീണുപോയി. പക്ഷെ ദൈവം കൈപിടിച്ച് ഉയർത്തുന്നുണ്ട്. നമുക്ക് എന്ത് പ്രശ്നവും എന്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കോട്ടെ ലൈഫിൽ, നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, ഓരോരുത്തർ ഓരോ രീതിയിലാണ്. പക്ഷെ കുഴപ്പമില്ല, ഈശോ കൂടെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുക. ഈശോ പറയുന്നത് എന്തും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈശോ പറയുന്നത് അപ്പാടെ അനുസരിക്കുക. ആ ഒരു വിശ്വാസം, ആ ഒരു എടുത്തു ചാട്ടം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആകും. നമ്മൾ ഈശോ പറഞ്ഞ വചനം നമ്മളിൽ ആഴപ്പെടും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കും. നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം. ഈ വിശ്വാസം നമ്മളൊന്ന് ആഴപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ച പോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, ഞങ്ങൾ പലപ്പോഴും പല രീതിയിൽ കർത്താവ് യേശുവേ അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് എത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടും ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങ് നൽകിയതാണല്ലോ ബുദ്ധി. ഈ ബുദ്ധിശക്തിയെല്ലാം കർത്താവ് യേശുവേ ഇതാ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സറണ്ടർ ചെയ്യുന്നു, പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു ആഴമേറിയ വിശ്വാസം ഞങ്ങളിൽ ബോധ്യപ്പെടാൻ, ഞങ്ങൾ ഉറയ്ക്കാനായിട്ട് അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കൃപ നൽകണമേ. വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചൊരിയണമേ. ആ കൃപ ഞങ്ങളിൽ ആഴപ്പെടാനായിട്ട്, വിശ്വാസത്തിൻ്റെ വലിയൊരു കൃപ ഞങ്ങളെ നിറയുവാനായിട്ട്, വലിയ സന്തോഷത്തിലായിരിക്കുവാൻ, ആനന്ദത്തിലായിരിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന, യേശുവെ നന്ദി. സ്തുതിക്കുന്ന നിർത്താവേ, മഹത്വം നന്ദി പറയുന്ന നിർത്താവേ, ഈ നിമിഷത്തോടെ നീ പറയുന്ന നിർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തോടെ നീ പറയുന്ന നിർത്താവേ, യേശുവെ ആരാധന, യേശുവെ സ്തുതി, സ്തുതിക്കുന്ന നിർത്താവേ, മഹത്വം നന്ദി പറയുന്ന നിർത്താവേ, യേശുവെ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ അങ്ങയുടെ വിശ്വാസം നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. യേശുവേ, യേശുവേ ഏത് പ്രതിസന്ധി വന്നാലും യേശുവേ അങ്ങയിൽ വിശ്വസിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണം. യേശുവേ, യേശുവേ, യേശുവേ അങ്ങയുടെ വിശ്വാസത്തിന്റെ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന. യേശുവേ, ഈ ഒരു സമയം യേശുവേ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ ജിപ്സൺ ചേട്ടൻ പറഞ്ഞ വാക്കുകളിലൂടെ, ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ യേശുവേ അങ്ങ് മാത്രമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ഞങ്ങൾ ഈ ലോകത്തിൻ്റേതായ കാര്യങ്ങളിൽ മറ്റു പല മനുഷ്യരിൽ ഞങ്ങളുടെ വിശ്വാസം ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ തകർന്നു പോയിട്ടുള്ളൂ യേശുവേ. കാരണം ഞങ്ങളെ സൃഷ്ടിച്ചത് അങ്ങാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസം യേശു ബൈബിളിലൂടെ പറയുന്നൊരു ഒരു കടുകുമണിയോളെങ്കിലും വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോവാണ്. യേശുവേ, ആ വിശ്വാസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈ ഒരു നിമിഷം വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ യേശുവിനെ നമുക്കൊന്ന് ആരാധിക്കാം. നമ്മൾ പാടുന്ന ഈരടികൾ നമുക്ക് എല്ലാവർക്കും ഏറ്റുപാടാം. ആരാധന 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 ആരാധന. നമുക്ക് ഏറ്റുപാടാം. ആരാധന ആരാധന ആരാധന
ഏറ്റുപാടാം. ആരാധന ആരാധന യേശുവേ യേശുവേ ആരാധന. യേശുവേ യേശുവേ അങ്ങയുടെ വിശ്വാസം നൽകി ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. യേശുവേ യേശുവേ ആരാധന. യേശുവേ അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നു. യേശുവേ പല സാഹചര്യങ്ങളിലും ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ പല ഉയരങ്ങളും നേടിയിട്ടുള്ളപ്പോഴൊക്കെ, ഞങ്ങളുടെ ലൈഫിൽ കുറേ സ്ഥലത്ത് സക്സസ് ആയപ്പോഴൊക്കെ യേശു ഇതെല്ലാം ഞങ്ങളുടെ കഴിവാണെന്ന് വിശ്വസിച്ച്, ഞങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് പോയ പല സമയങ്ങളും ഞങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്തേക്ക് ഓർത്ത് യേശുവേ ഞങ്ങൾ അങ്ങയുടെ മാപ്പ് അപേക്ഷിക്കുകയാണ്. ഈ ഒരു സമയത്ത് യേശുവേ അങ്ങേ ആരാധിക്കാൻ മാത്രം ഞങ്ങളുടെ ജീവിതം കൊടുക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. എൻ പ്രേമഗീതമാ എന്നീശോനാഥാ നീ. നമുക്ക് ഏറ്റുപാടാം. എൻ പ്രേമഗീതമാ എന്നീശോനാഥാ നീ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 Hallelujah, hallelujah, hallelujah. Praise the Lord. Glorify the Lord. Thank you, Jesus. ആരാധന, യേശുവേ ആരാധന. Hallelujah. യേശുവേ ഈ രടികൾ പാടിയതുപോലെ യേശുവേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്കായി സമർപ്പിക്കാൻ, അങ്ങേ സ്നേഹിച്ച് മാത്രം ജീവിക്കാൻ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹം ഈ ഒരു ജീവിതത്തിലൂടെ തിരിച്ചു നൽകാൻ യേശുവേ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കണം. യേശുവേ ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന് 6 വാക്യത്തിൽ പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനും. ഈശോ എങ്ങോട്ടുള്ള വഴി? എന്ത് സത്യമാണ്? ഏത് ജീവൻ? എന്ത് ജീവൻ? കർത്താവേ യേശുവേ, അങ്ങയുടെ പാത, റൂട്ട് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയിലുള്ള സത്യം മനസ്സിലാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, അങ്ങയുടെ ജീവൻ ഈ ലോകത്തെ ജീവനല്ല, നിത്യജീവൻ, അത് പ്രാപിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവെ സഹായിക്കണേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ഈശോൻ്റെ രക്ഷ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് പറ്റില്ല. എന്താണ് ഈശോ പറയുന്നത്? എപ്പോഴും നമ്മൾ വിശ്വാസമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നു. നീ ക്രിസ്ത്യാനിയാണ്. പക്ഷേ ആക്ച്വലി ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്? അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു വിശ്വാസം, ആ ഒരു എളിമ, അത് നമുക്ക് തീർച്ചയായിട്ടും വേണം. എങ്കിലേ ഈശോയുടെ രക്ഷ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈശോ വന്ന എന്തിനാണ്? ഈശോ എങ്ങനെയാണ് ആ രക്ഷ? എന്തായിരുന്നു ഈശോൻ്റെ ഒരു മാർഗം? എന്തായിരുന്നു രക്ഷയിലേക്കുള്ളത്? അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളതായിരിക്കില്ല. എല്ലാത്തിനും ഈശോയിൽ ആൻസർ ഉണ്ട്. നമ്മുടെ ഈ ബൈബിള് നമ്മൾ പോകുമ്പോൾ ഈശോൻ്റെ റൂട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ ഓരോ സമയത്തും ഈശോ എങ്ങനെയാണ്
ജീവിച്ചിരുന്നത്. നമ്മളുടെ സിറ്റുവേഷൻസിലല്ല, നമ്മളുടെ ഈ എല്ലാ സിറ്റുവേഷനിലും ഈശോ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഇവനെ കാണുമ്പോൾ എനിക്ക് 12 വയസ്സിൽ കാണാതായ ഈശോന് ഓർമ്മ വരും. എല്ലാ രീതിയിലും ഈശോ എല്ലാ പ്രായത്തിലും കടന്നു പോയിട്ടുണ്ട്. 33 വയസ്സ് വരെ ഉണ്ട് ഏകദേശം. അപ്പം ആ ഈശോൻ്റെ രക്ഷ നേടാനായിട്ട് ആ ഈശോ രക്ഷ നേടിക്കഴിഞ്ഞു. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, രക്ഷ നമുക്ക് വേണ്ടി റെഡിയാണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മൾ വിശ്വസിക്കണം. ആ രക്ഷ നമ്മൾ വിശ്വസിക്കണം, ഏറ്റുപറയണം. ഈശോ നടന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം. അപ്പോൾ ആ എന്താ പറയുക, യേശു നേടിയ രക്ഷ അത് നമ്മൾക്ക് കിട്ടും. അത് കിട്ടാൻ വേണ്ടി ഒറ്റ കാര്യമുള്ളൂ, നമ്മളിനി കഷ്ടപ്പെടണ്ട. ജസ്റ്റ് നമ്മളൊന്ന് ട്രസ്റ്റ് ചെയ്യുക ജീസസിനെ. ആ ട്രസ്റ്റ് ചെയ്യുക, ജീസസിൻ്റെ വഴിയിലൂടെ നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ രക്ഷ നമ്മളിലേക്ക് കടന്നു വരും. ഞാൻ പെട്ടെന്നൊരു ചേട്ടൻ പറഞ്ഞൊരു സ്റ്റോറി അല്ല, നടന്ന സംഭവം ഒന്ന് പെട്ടെന്ന് പറയാം. ഒരു ഇടവകയിൽ അച്ഛൻ ഒരു ചേട്ടൻ്റെ വീട്ടിലേക്ക് ആ ചേട്ടനെ കാണാൻ വേണ്ടി പോണേ. അപ്പോൾ ആ കാണാൻ പോകുന്ന തോമസ് എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ ചേട്ടൻ ഈ ക്രിക്കറ്റ് കളി ഭയങ്കര ഭ്രാന്താണ്. അപ്പം ക്രിക്കറ്റ് കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്ക് എവിടെയെങ്കിലും ആരെങ്കിലും വിക്കറ്റ് തോറ്റു പോയിക്കൊണ്ടിരുന്നാൽ ഇദ്ദേഹം ഭയങ്കര ഷൗട്ട് ചെയ്യും. അങ്ങനെ സ്വഭാവം ഉണ്ട് ആൾക്ക്. അപ്പോൾ ക്രിക്കറ്റ് ഭയങ്കര ഭ്രാന്തായിരുന്നു ആൾക്ക്. അപ്പോൾ ഒരു ദിവസം അച്ഛനത് അറിയാം. അച്ഛൻ കയറി വന്ന വഴിക്ക് ഡോറ് തുറന്നപ്പോൾ ഇദ്ദേഹം ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ അച്ഛൻ തിരിച്ചു പോകാൻ നോക്കി. അപ്പോൾ തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ ഇയാൾ കണ്ടു അച്ഛനെ. അപ്പോൾ ആ തോമസ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ഇരുന്നു. കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരുത്തൻ്റെ വിക്കറ്റ് പോയി, ഇന്ത്യയുടെ വിക്കറ്റ് പോയി. വിക്കറ്റ് പോയ സമയം അച്ഛനൊന്നും ഞെട്ടി. കാരണം ഇദ്ദേഹം എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇയാളൊന്നും മിണ്ടണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെയും പോയി, ഒരു കുഴപ്പമില്ല. അപ്പം അച്ഛന് എന്താ പറ്റിയെന്ന് മനസ്സിലായി. ഇനി വല്ല ധ്യാനം കൂടിയൊന്നും അറിയില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ച്, തോമസേ ഇപ്പോൾ ഇത് 2 വിക്കറ്റ് പറ്റി, ഒന്നും മിണ്ടാണ്ടിരിക്കണം, എന്ത് പറ്റി, നീ ധ്യാനം കൂടിയാ? അപ്പോൾ അച്ഛൻ പറഞ്ഞ്, തോമസ് ചേട്ടൻ പറഞ്ഞ്, അല്ല അച്ഛാ, ഇത് രാവിലെ നടന്ന കളിയാണ്. ആ കളിയിൽ ഇന്ത്യ ജയിച്ചു. അപ്പോൾ ഇത് റീപ്ലേ നടക്കണതാണ്. അപ്പോൾ സത്യത്തിൽ ആ കളി ജയിച്ച കളിയാണ്. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളും ജയിച്ച ടീമിൻ്റെ കൂടെയാണ് അല്ലേ? ജീസസ് ഓൾറെഡി ജയിച്ചു. ഈശോ കർത്താവ് കുരിശിൽ കയറി മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ ജയിച്ചു. കാരണം നമുക്കുള്ള രക്ഷ കിട്ടി. പിന്നെ നമുക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്താ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? രക്ഷയായിരിക്കും അല്ലേ? അപ്പം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വിശ്വസിക്കുക മാത്രം ചെയ്താൽ പോരാ. ഈശോ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുക, എൻ്റെ പാതയിൽ, എൻ്റെ വഴിയിലൂടെ, ഞാൻ നടന്ന വഴിയിലൂടെ നടക്കണം. അപ്പോൾ ഈശോ നടന്ന വഴിയിലൂടെ നടക്കാം. പക്ഷേ ഈശോയുടെ ഭാരം എന്ന് പറയുന്നത് നമുക്ക് വഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പം അതുകൊണ്ട് ആ ജയിച്ച ഈശോൻ്റെ കൂടെയാണ്, ജയിച്ച ടീമിൻ്റെ കൂടെയാണെന്ന് മാത്രം നമ്മൾ ഉറപ്പുവരുത്താം. പിന്നെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കുക. അപ്പോൾ ഈശോൻ്റെ കൂടെ ആവാം. അപ്പോൾ ഒരു വചനം കൂടി എനിക്കൊന്ന് പറയാൻ തോന്നി. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14-13 നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അതിനുശേഷം 14 പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അത് ഭയങ്കര ആശ്വാസത്തിൻ്റെ വചനമല്ലേ? എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ചെയ്തു തരും എന്ന് പറഞ്ഞാൽ പിന്നെ ഈശോ പറഞ്ഞ പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ട്? എനിക്ക് തോന്നിയതാണ്, ഞാൻ പലപ്പോഴും എനിക്കും ടെൻഷൻസൊക്കെ വരാറുണ്ട്. ടെൻഷൻ വരും, തീർച്ചയായിട്ടും വരും, എനിക്ക് വരാറുണ്ട്. വരുമ്പോൾ ഞാൻ ആരാധനയിൽ പോയിരിക്കും, പ്രാർത്ഥിക്കും, ഭയങ്കര ഒരു ആശ്വാസം കിട്ടും. ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചു, ഞാൻ മരിച്ചു പോകട്ടെ, കുഴപ്പമില്ല, കാരണം ഞാൻ ഈശോൻ്റെ ടീമിലുണ്ട്, എൻ്റെ നിത്യജീവൻ അവിടെ ഉണ്ട്. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായാൽ മതി. ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, എന്ത് ടെൻഷനിലായിക്കോട്ടെ, എന്തും പൊക്കോട്ടെ, നമുക്ക് പ്രിയപ്പെടണം തോന്നുന്ന എന്തും പൊക്കോട്ടെ, കുഴപ്പമില്ല, ഒക്കെ തിരിച്ചു തരാൻ ദൈവത്തിന് സാധിക്കില്ലേ? എല്ലാം ദൈവത്തിന് സാധിക്കും. സോ ബി വിത്ത് ഗോഡ്. നമുക്ക് ഒരു നിമിഷം ഈശോയുടെ സ്നേഹത്തിലായിരിക്കാനായിട്ട്, ഈശോയുടെ ഒപ്പമായിരിക്കാനായിട്ട്, ഒപ്പം നടക്കാം. ഇപ്പോഴത്തെ ആപ്തവാക്യമാണ് ശരിയെന്നില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ഒപ്പമായിരിക്കാനായിട്ട്, ഈശോയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കാനായിട്ട്, അത് ഏതവസ്ഥയിലും ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് ഈശോനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കൈ ഉയർത്തിയിട്ട് ഈശോ നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോ ഇത്രയും വലിയൊരു ത്യാഗം നമുക്ക് വേണ്ടി ചെയ്തു,
നമുക്ക് രക്ഷ നേടിത്തന്നു. ഈശോയെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈ വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. വി പ്രൈസ് ദി ലോർഡ്. വി താങ്ക് യു ജീസസ്. വി ട്രസ്റ്റ് ഇൻ യുവർ നെയിം. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ഒത്തിരി നന്ദി പറയുന്നു കർത്താവേ. അവിടെ നൽകിയ ഈ കരുണയോട് നന്ദി പറയുന്നു, ഈ വലിയ ദൈവ സ്നേഹത്തോട് നന്ദി പറയുന്നു, വലിയ അഭിഷേകത്തോട് നന്ദി പറയുന്നു കർത്താവ്. യേശുവേ വലിയ ആനന്ദത്തോട് നന്ദി പറയുന്നു, അവിടെ ഞങ്ങൾ വെച്ച് വരുന്ന വലിയ സന്തോഷത്തോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വി പ്രൈസ് ദി ലോർഡ്. ഗ്ലോറിഫൈ ലോർഡ്. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ, ഞങ്ങൾ ഈ ഒരു സമയം ഞങ്ങൾ കേട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളൊന്ന് മനസ്സിൽ ഗ്രഹിക്കുകയാണ്. യേശു, എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ഞങ്ങളുടെയൊക്കെ ലൈഫ് എന്ന് ഞങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയുകയാണ്. ജിപ്സൺ ചേട്ടൻ പറഞ്ഞ ആ ഒരു സ്റ്റോറി എനിക്ക് തോന്നുന്നു ഞങ്ങളെ എല്ലാവരെയും ഒത്തിരി ചിന്തിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ജയിച്ച ടീമിൻ്റെ കൂടെയാണ്. മരണത്തിന് മേലെ വിജയം വരിച്ചവനാണ് നമ്മുടെ യേശു. ആ യേശുവിൻ്റെ കൂടെ നടക്കാൻ നമ്മൾ ആരും പേടിക്കണ്ട. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൻ്റേതായ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ പലപ്പോഴും ഈ വിജയിച്ച ആളെ പറ്റി നമ്മൾ മറന്നു പോകാറുണ്ട്. യേശുവേ, ആ സാഹചര്യങ്ങളൊന്നും ഇനി ഒരിക്കലും ഞങ്ങളുടെ ലൈഫിൽ വരാതെ യേശു ഏറ്റവും ഹാപ്പി ആയിട്ട്, ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, യേശു ഏറ്റവും ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കണം എന്ന്. യേശു അങ്ങയുടെ ഒപ്പം ഞങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും, എന്ത് സ്ട്രഗിൾ വന്നാലും ഈശോയെ ഞങ്ങളുടെ കൂടെ ഈശോ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടി, ആ ഒരു വിശ്വാസത്തോടു കൂടി അത് മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ ലൈഫ് കൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ഈ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്തുതിയുടെ ഈ ഒരു ഗീതം ഒരുമിച്ച് ആലപിക്കാം. സ്തുതികളാലേ നിന്റെ നാമം പാടുമേ, ഇന്നതരമെന്നും നിന്നെ മാത്രം പുകഴ്ത്തുമേ. സ്തുതികളാലേ നിന്റെ നാമം പാടുമേ, ഇന്നതരമെന്നും നിന്നെ മാത്രം പുകഴ്ത്തുമേ. യേശുവോളം സ്നേഹമേകില്ല ആരുമേ, എൻ ജീവകാലം നന്മയാലെ നിറയ്ക്കുമേ. കൃപകളാലെ എന്നെ ഞാനാക്കി മാറ്റുമേ, എൻ ജീവനെ ആത്മനാലെ നിറയ്ക്കുമേ.
പ്രൈസ് ഗോഡ്. സ്തുതികളാലേ നിന്റെ നാമം പാടുമേ, എന്നതരമെന്നും നിന്നെ മാത്രം പുകഴ്ത്തുമേ. സ്തുതികളാലേ നിന്റെ നാമം പാടുമേ, എന്നതരമെന്നും നിന്നെ മാത്രം പുകഴ്ത്തുമേ. യേശുവോളം സ്നേഹമേകില്ല ആരുമേ, എൻ ജീവകാലം നന്മയാലെ നിറയ്ക്കുമേ.